ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ 5 പൈസയും കൂടെ 5 പൈസയുമായിട്ടുള്ള ഒരു റെഫറൽ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. പലരും ചോദിക്കാറുണ്ട്, ഇന്ന് രാഹുൽ സുരേഷ് ചോദിച്ചായിരുന്നു 5 പൈസയിൽ ട്രേഡ് ഇങ്ങനെയാണ്. 5 പൈസയ്ക്ക് ഞാനത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 5 പൈസയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഡെയിലി ഞാൻ പറഞ്ഞല്ലോ ലെവൽസും ട്രേഡ് പ്ലാൻ റിപ്പോർട്ടും തരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കോൾ ഓപ്ഷന്റെയും പുട്ട് ഓപ്ഷന്റെയും എൻട്രീസും എക്സിറ്റ്സും തരും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ ട്രേഡിംഗ് എൻട്രി എക്സിറ്റ് കിട്ടിയാൽ പോരെ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്തൂടെ? അതുകൂടാതെ ട്രേഡ് പ്ലാൻ തരും, എവിടെ എത്തുമ്പോൾ പുട്ട് എടുക്കണം, എവിടെ എത്തുമ്പോൾ കോൾ എടുക്കണം എന്നുള്ള ഒരു ഓവറോൾ ട്രേഡ് പ്ലാനും തരും. ഇത്രയും കാര്യങ്ങൾ ടെലിഗ്രാം വഴിയാണ് തരുന്നത്. അത് ഈ വരാൻ പോകുന്ന അടുത്ത ആഴ്ച തൊട്ട് ഫെബ്രുവരിയുടെ സെക്കൻഡ് വീക്ക് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ചെയ്തവര് പേടിക്കൊന്നും വേണ്ട, ഞാൻ അവരെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. വരുന്ന ദിവസങ്ങൾ ആഡ് ചെയ്ത് ഇത് ക്ലിയർ ആക്കും. കാരണം ഞാൻ എൻ്റെ ഈവന്റും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. ക്ഷമിച്ചേക്കുക. ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 14 നമ്മുടെ ഡെസ്റ്റിന 2026 എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ വർഷം 2025 നടന്നു, ഇത് 2026 ആണ്. സോ ഈ പ്രോഗ്രാമില് ക്രിപ്റ്റോയുടെ ലീഗലൈസ്ഡ് ക്രിപ്റ്റോ ട്രേഡിംഗ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി അരുൺ ട്രേഡ് മാക്സ് വരുന്നുണ്ട്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ട്രേഡർ, നമ്മളെ പോലുള്ള ഒരു ഓപ്ഷൻ ട്രേഡറുടെ പ്രോഫിറ്റബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ അടിച്ചു പൊളിച്ച് കളയാതെ എങ്ങനെ ഒരു വെൽത്തിലേക്ക് മാറ്റി ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മണി ടോക്സിലെ നിഖിൽ ഗോപാലകൃഷ്ണൻ വരുന്നുണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡിങ് എങ്ങനെ, എന്തൊക്കെ ക്ലോക്ക് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതായത് ഏത് സമയത്ത് എന്ത് ട്രേഡ് എടുക്കണം, എപ്പം പുട്ട് എടുക്കണം, എപ്പം കോൾ എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല, ഏത് സമയത്ത് ട്രേഡ് എടുക്കാൻ പാടില്ല, ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ക്ലോക്ക് ട്രേഡിംഗ് അനാലിസിസ് ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ന നിലയിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ആ ഒരു ട്രേഡിനെ കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ചുള്ള അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ട്. 5 പൈസയുടെ അൽഗോരിതം ട്രേഡിംഗ് എങ്ങനെ 5 പൈസയുമായിട്ട് ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനെ കുറിച്ച് 5 പൈസയുടെ ആളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെൽ പാക്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കോൺക്ലേവ് ആണ്. ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 15 ദിവസം എന്റെ കൂടെ ലൈവായിട്ട് സൂം മീറ്റിംഗിൽ ഇരുന്ന് ട്രേഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഞാൻ എന്തൊക്കെ ട്രേഡ് എടുക്കുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് നമുക്ക് ഒരുമിച്ച് ലൈവായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യാം. സാധാരണ പലരും മെന്റർഷിപ്പ് കൊടുക്കുന്നവർ പോലും ലൈവ് ട്രേഡിംഗ് കൊടുക്കാറില്ല. ഞാൻ എന്റെ മെന്റർഷിപ്പിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ നിങ്ങളോട് 6 മാസവും ട്രേഡ് ചെയ്യാം. മെന്റർഷിപ്പ് ഉള്ളവർക്ക് അറിയാൻ പറ്റും. 6 മാസം നിങ്ങളോട് ലൈവായിട്ടിരുന്ന് ട്രേഡ് ഞാൻ എടുക്കും. ഞാൻ ആ ട്രേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും വിത്തൗട്ട് ഇന്ററപ്ഷൻ. അപ്പൊ അത് നിങ്ങൾ ഈ ഒരു ഡെസ്റ്റിനേക്ക് വരുന്നവർക്ക് ആ ഒരു 15 ദിവസം അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ള നോർമൽ ആയിട്ടുള്ള കാര്യങ്ങള്. മാർക്കറ്റ് ഒരിടത്തും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മാർക്കറ്റിനെ കുറിച്ച് ആദ്യമേ തുടങ്ങാതെ ഞാൻ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് തുടങ്ങി വന്നിട്ടുള്ളത്. സോ മാർക്കറ്റ് ഒരിടത്തും പോയിട്ടില്ല. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നിഫ്റ്റിയെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ്, ചെറുങ്ങനെയുള്ള നമ്മളല്ലേ പൊടിക്ക് കയറി എന്ന് പറയുന്ന പൊടി ഒരു നോർമൽ വേരിയേഷൻ അപ്പായ ഒരു മാർക്കറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇന്നലത്തെ പ്രൊഫൈലിന് താഴെ പോയെങ്കിൽ കൂടി അത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഇന്നലത്തെ പ്രൊഫൈലിനകത്ത് തന്നെ കടന്ന് കളിക്കുകയാണ് ചെയ്തത് മാർക്കറ്റ്. ഒരു ബി ഷേപ്ഡ് പ്രൊഫൈല്, ഒരു നോർമൽ വേരിയേഷൻ, ആ ഒരു അപ്പെന്ന് പറയാൻ പറ്റില്ല, ടാർഗറ്റ് തന്നിട്ടില്ല, നോർമൽ വേരിയേഷൻ പ്രൊഫൈലാണ്. നമ്മുടെ POC വന്നേക്കുന്നത് 13,673 ഭാഗത്താണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ട്രേഡ് ഫസ്റ്റ് ക്യാൻഡിലിൽ ബെയറിഷ് പൊട്ടി വന്നു 5 മിനിറ്റ്സ്. അതിന് താഴെ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡ് ട്രിഗർ ആയിട്ടില്ല. ചുരുക്കി പറഞ്ഞ പാമ്പും കോണിയും കളിച്ച പോലെ പാമ്പ് അവിടെ കിടന്ന് കളിക്കുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ബുള്ളിഷ് റെഫറൻസിനും ബെയറിഷ് റെഫറൻസിനും ഒരു മാറ്റവും ഇല്ല, സെയിം അതേപോലെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പകരം POCക്ക് മാത്രമേ ചെറിയൊരു മാർക്കറ്റ് മാറ്റമുള്ളൂ. 13,673 അല്ല, 13,676 ആയിരുന്നു. ഇന്ന് 13,673 ഭാഗത്തേക്ക് വന്നു. ഇത്ര മാത്രമേ ഒരു മാറ്റമുള്ളൂ. ബുള്ളിഷ് റെഫറൻസും ബെയറിഷ് റെഫറൻസും സെയിം അതേപോലെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതായിരിക്കും നാളത്തേക്കും കൂടെ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയാം, നാളെ സെൻസെക്സിന്റെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് ഞാനൊരു മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വന്നില്ല എങ്കിൽ അടിയിൽ വന്ന പൊങ്കാലയിടല് ചിലപ്പോഴല്ല ഒരു 75% മുകളിലും മൂവ് വരാൻ തന്നെയാണ് നാളെ ചാൻസ് കൂടുതൽ. പ്രത്യേകിച്ച് ഇന്നലെ അത്രയും വോളിയം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്തൊരു സൈലന്റ് ആയതുകൊണ്ട് നാളെ വേണമെങ്കിൽ ഒരു മൂവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് മൂവ് വരുന്നുണ്ടോ, മൂവ് ഈസ് കമ്മിങ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് തന്നത്. സോ ദയവ് ചെയ്ത് പൊങ്കാലിടാൻ വന്നിട്ടില്ല എന്ന് വെച്ച്
സോ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്തേക്കുക. സെയിം റെഫറൻസ് ലെവൽ 13,755 മുകളിൽ ബുള്ളിഷ്, 800 845 900 ഭാഗത്തേക്ക് പോകും. 550 താഴെ സെല്ലിങ്, 500 447 400 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി റെഫറൻസുകൾ ഒന്നും പൊട്ടിയിട്ടില്ല. ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തും പോയി, ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് പോയി, അങ്ങനെ കറങ്ങി ഒരു പക്ക ഒരു നോർമൽ ഡേ അല്ല, ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. പക്ക പി. ഈ 60,440 മുകളിൽ ഒരു ബുള്ളിഷാണ്. 60,440 മുകളിലാണ് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബൈ ഉള്ളത്. ഫസ്റ്റ് ടാർഗറ്റ് 60,555, 60,710, 60,885. സെയിം ടാർഗറ്റ് 59,803 താഴെ, 59,800 താഴെയാണ് സെല്ല്. 59,800 താഴെ അത് സെല്ലിങ് കറക്റ്റ് ആണ്. ഇന്നലത്തെ ലോവർ ലെവൽ ഇപ്പോൾ 59,800 താഴെ നമുക്കൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 650, 500, 357. ടാർഗറ്റിന് റെഫറൻസിന് മാത്രമേ ഒരു മാറ്റമുള്ളൂ. ഒരു നോർമൽ ഓപ്പൺ ഓപ്ഷൻ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഒരു മാറ്റമില്ല. പി ഒ സി 60,218 ഭാഗത്തേക്ക് പോയി. സോ ക്ലോസിംഗിന്റെ അവിടെ നിന്ന് പി ഒ സിക്ക് ഒന്ന് തട്ടിയെടുത്ത് 60,218 ഭാഗത്തേക്ക് ഒന്ന് മാറ്റിയത് മാത്രമേ ഒരു മാറ്റം നടന്നിട്ടുള്ളൂ. പിന്നെ റെഫറൻസുകൾ അങ്ങോട്ട് ചേഞ്ച് ആയത് മാത്രമേ ഉള്ളൂ. സോ 60,440 മുകളിൽ ബൈ, 555, 710, 885 ടാർഗറ്റ്, 59,800 താഴെ സെല്ല്, 59,655, 650, 59,500, 59,357 ഭാഗത്തേക്ക് വരാം. ഇതാണ് നമ്മളെ സംബന്ധിച്ച് റെഫറൻസ് ലെവല്. ഓപ്പൺ ഓപ്ഷൻ നോർമൽ പി ഷേപ്ഡ് പ്രൊഫൈൽ. ഇനി നമുക്ക് ബി നിഫ്റ്റി. ഫസ്റ്റ് ക്യാൻഡിലിൽ നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി, പക്ഷെ അതിന് ട്രേഡും നടന്നിട്ടില്ല. സോ ഒരു ട്രേഡും ഇല്ല. ഇങ്ങനെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ബാങ്ക് നിഫ്റ്റി വന്നതുപോലെ നിഫ്റ്റിയും പക്ക പി ഷേപ്ഡ് പ്രൊഫൈലാണ്. 25,875 മുകളിൽ നമുക്കൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. 25,875 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. പി ഒ സി വന്നേക്കുന്ന 25,700, 25,740 ഭാഗത്തേക്കാണ്. 25,740 ആണ് പി ഒ സി. ആ പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്തു. അവിടെ തന്നെ മാർക്കറ്റ് ക്ലോസ്. 873 മുകളിലാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 26,040, 26,030, 31 ഭാഗത്തേക്ക് പോവാം. 25,931 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 25,985 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 26,000. ഫസ്റ്റ് ഞാൻ പറഞ്ഞു എത്രയാണ്? ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞു. 25,931. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,985. തേർഡ് ടാർഗറ്റ് R3 എന്ന് പറയുന്നത് എവിടെയാണ്? R3 എന്ന് പറയുമ്പോൾ 26,035, 26,035 ഭാഗത്തേക്ക്. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ആ ഒരു റെഫറൻസിന്റെ ഒരു ലെവലുകൾ. ക്ലിയർ ആവുന്നല്ലോ? R1, R2, R3 ഇത്രയും കാര്യങ്ങൾ ഓർത്തേക്കുക. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ഈ റെഫറൻസ് 25,600 താഴെ മാത്രമേ ഇപ്പോഴും സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 25,545, സെക്കൻഡ് ടാർഗറ്റ് 25,500, തേർഡ് ടാർഗറ്റ് 25,452. ഇതാണ് എനിക്ക് പറയാം. അപ്പം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് കയറി. ഇന്നലെ ബി, ഇന്ന് പി. അതിനർത്ഥം മാർക്കറ്റ് ഈസ് ഇൻ ഡൂയിങ് എ ബാലൻസ്. നിങ്ങൾ രണ്ടിനെയും മെർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ക ഒരു ബാലൻസ് പ്രൊഫൈലിലേക്ക് വന്നു. 60,168 ആ ബാലൻസ്. നിഫ്റ്റിയും സെയിം ആണ്. ഇന്നലെ ബി, ഇന്ന് പി. രണ്ടിനെയും കൂടെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഒരു പക്ക ഒരു ബാലൻസിങ് ആണ് വന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബാലൻസ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നാളെ മാർക്കറ്റ് ഈ റെഫറൻസ് ഇന്നത്തെ ഹൈ പൊട്ടുകയാണെങ്കിൽ വീണ്ടും ട്രെൻഡ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈവന്റിന് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.